ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് എ കമ്പ്യൂട്ടർ എന്നുള്ള ഭാഗമാണ്. നമ്മൾ ഇതുവരെ പഠിച്ചത് ഡാറ്റ എന്താണെന്ന്, ഡാറ്റയെ ഇൻഫർമേഷൻ എന്താണ്, ഡാറ്റയും ഇൻഫർമേഷനും തമ്മിലുള്ള മാറ്റം എന്താണ്, നോളജ് എന്താണ്, അതേമാതിരി തന്നെ ഡാറ്റ പ്രോസസ്സിങ്ങും അതിൻ്റെ 6 സ്റ്റെപ്പും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്തത് ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് എ കമ്പ്യൂട്ടർ. ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് എ കമ്പ്യൂട്ടർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു കമ്പ്യൂട്ടറിൻ്റെ ഒരു ബേസിക് സ്ട്രക്ചർ എന്താണ്. ബേസിക് സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ പല രൂപത്തിലും ഭാവത്തിലും ഒക്കെ നിങ്ങൾക്ക് അറിയപ്പെടുന്നുണ്ട് അല്ലേ. അതിനെ പല രൂപത്തിലും ഭാവത്തിലും ഡെസ്ക്ടോപ്പ് ഉണ്ട്, ലാപ്ടോപ്പ് ഉണ്ട്. ഡെസ്ക്ടോപ്പ് തന്നെ പല ഷേപ്പിലുണ്ട്, ലാപ്ടോപ്പിൽ പല ഷേപ്പിലുണ്ട്. വലുതായതുണ്ട്, ചെറുതായതുണ്ട്, ഭാരം കൂടിയതുണ്ട്, ഭാരം കുറഞ്ഞതുണ്ട്. അങ്ങനെ പല സൈസിലുള്ള ഷേപ്പിലും പെർഫോമൻസിലുള്ള മാറ്റങ്ങളോട് കൂടിയ പല കമ്പ്യൂട്ടറും ഉണ്ട് അല്ലേ. അപ്പോൾ ഈ കമ്പ്യൂട്ടറുകളെ മുഴുവൻ നമ്മൾ ഒരു ബേസിക് സ്ട്രക്ചർ നമുക്കുണ്ടാവും. ബേസിക് സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീട് നമ്മൾ നിർമ്മിക്കുമ്പോൾ അതിനൊരു ബേസിക് സ്ട്രക്ചർ ഉണ്ടാവും അല്ലേ. അതിന് നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു, തറയിടുന്നു അല്ലേ. തറയിട്ടിട്ട് ബാക്കി അതിന് ചിലവർ വലിയ വീടുണ്ടാക്കുന്നു, ചിലവർ ചെറിയ വീടുണ്ടാക്കുന്നു. എന്തായാലും അതിൻ്റെ ബേസിക് സ്ട്രക്ചർ എല്ലാം ഒന്നാണ് അല്ലേ. ചിലതിന് റൂമിന് വിസ്തൃതി കൂടും, ചിലതിന് റൂമിന് വിസ്തൃതി കുറയും. എന്നാലും ഒരു വീടിനൊരു ബേസിക് സ്ട്രക്ചർ ഉണ്ട് അല്ലേ. ആ ബേസിക് സ്ട്രക്ചറിൽ എന്തുണ്ടാവും, നമുക്കൊന്ന് ഒരു ബെഡ്റൂം ഉണ്ടാവും, കഴിക്കാനൊരു ഹാൾ ഉണ്ടാവും, പിന്നെ നമുക്ക് ഒരു അടുക്കള ഉണ്ടായിരിക്കും, ബാത്റൂമുകളൊക്കെ ഉണ്ടായിരിക്കും അല്ലേ. അതൊക്കെ ഓരോരുത്തരുടെ പൈസയ്ക്കനുസരിച്ചും ഒക്കെ അതിൻ്റെ സ്ട്രക്ചർ നമ്മൾ മാറ്റും. പക്ഷെ എല്ലാത്തിനും ഒരു ബേസിക് സ്ട്രക്ചർ അല്ലേ, ഒരു രൂപം ഉണ്ടായിരിക്കും. അങ്ങനെ കമ്പ്യൂട്ടറിനും ഒരു രൂപം ഉണ്ടായിരുന്നു. ആ കമ്പ്യൂട്ടറിൻ്റെ ബേസിക് സ്ട്രക്ചർ പ്രപ്പോസ് ചെയ്തത് ജോൺ വോൺ ന്യൂമാൻ എന്ന് പറയുന്ന മാത്തമാറ്റീഷ്യനും അതുപോലെ കമ്പ്യൂട്ടർ സയൻറ്റിസ്റ്റുമായിരുന്നു അയാൾ, ജോൺ വോൺ ന്യൂമാൻ എന്ന് പറയുന്ന ആൾ. അപ്പോൾ അയാളുടെ ഒരു ബേസിക് സ്ട്രക്ചർ, അദ്ദേഹത്തിൻ്റെ ഒരു ബേസിക് സ്ട്രക്ചർ എന്താണ്, കമ്പ്യൂട്ടറിൻ്റെ ഒരു ബേസിക് സ്ട്രക്ചർ എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ മനസ്സിലായോ എന്താണ് ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് എ കമ്പ്യൂട്ടർ എന്നുള്ളത് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഒരു കമ്പ്യൂട്ടറിന് ഒരു ബേസിക് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം അതിലുണ്ടായിരിക്കും. നമ്മൾ പറഞ്ഞു വീട് നിർമ്മിക്കുമ്പോഴുള്ള ബേസിക് കാര്യങ്ങൾ, അതേമാതിരി കമ്പ്യൂട്ടറിനും ഉണ്ടായിരിക്കും ഒരു ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെയാണ് അതിലടങ്ങിയിട്ടുള്ളത് എന്നുള്ളതാണ്. എന്തൊക്കെയാണ്? ഇറ്റ് കൺസിസ്റ്റ് ഓഫ് സം ഫങ്ഷണൽ യൂണിറ്റ്സ്, നെയിംലി എന്തൊക്കെയുണ്ട് നമ്മൾ പഠിച്ചതാണ് ഇത്. എന്തൊക്കെയുണ്ട് നമ്മൾ പഠിച്ചു? ഇൻപുട്ട് അല്ലെ, ഇൻപുട്ട് എന്ന് പഠിച്ചു. ഇവിടെ പറയുന്ന ഇൻപുട്ട് യൂണിറ്റ്, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്, സ്റ്റോറേജ് യൂണിറ്റ് എന്നൊക്കെ ഉണ്ടായിരിക്കും. പിന്നെ ഔട്ട്പുട്ട് യൂണിറ്റ്. അപ്പോൾ എന്തൊക്കെ ഉണ്ടായിരിക്കുന്നത് ഇതിൽ? എന്തൊക്കെയുണ്ട്? ഇൻപുട്ട് യൂണിറ്റ്, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്, സ്റ്റോറേജ് യൂണിറ്റ് ആൻഡ് ഔട്ട്പുട്ട് യൂണിറ്റ്. ഇത്രയും കാര്യങ്ങളാണ് അതിൽ ഉണ്ടായിരിക്കുക. അപ്പോൾ നമ്മളിത് പഠിച്ചതാണ്. ഇൻപുട്ട് നമ്മൾ പഠിച്ചതാണ്, CPU പഠിച്ചിട്ടില്ലെങ്കിലും സ്റ്റോറേജ് യൂണിറ്റ് നമ്മൾ പഠിച്ചതാണ്, ഔട്ട്പുട്ട് യൂണിറ്റ് നമ്മൾ പഠിച്ചതാണ്. അത് പഠിക്കാത്തത് CPU എന്നുള്ള കാര്യം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അതിൽ ഉണ്ടായിരിക്കുക. അപ്പോൾ എന്തൊക്കെയാണുള്ളത് ഇതിലുണ്ടാവുന്നത്? ഇൻപുട്ട് യൂണിറ്റ് ഒന്നാമത്, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് രണ്ടാമത്, സ്റ്റോറേജ് യൂണിറ്റ് ആൻഡ് ഔട്ട്പുട്ട് യൂണിറ്റ്. ഓരോന്നിനും ഓരോ ജോലികളാണ് തന്നിട്ടുള്ളത്. ഓരോ യൂണിറ്റിനും ഓരോ ജോലികളാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ അതാണ് ഈച്ച് ഓഫ് ദീസ് യൂണിറ്റ്സ് ഈസ് അസൈൻഡ് ടു പെർഫോം എ പെർട്ടിക്കുലർ ടാസ്ക് അല്ലേ. ഈച്ച് ഓഫ് ദീസ് യൂണിറ്റ്സ്, എല്ലാ യൂണിറ്റും ഒരു പെർട്ടിക്കുലർ ടാസ്ക്, ഒരു ജോലി ഉണ്ട്. ഓരോ യൂണിറ്റിനും ഓരോ പെർട്ടിക്കുലർ ടാസ്ക് ഉണ്ടായിരിക്കും അല്ലേ. ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് ഇൻപുട്ട് യൂണിറ്റ്. ഇൻപുട്ട് എന്താ നമ്മൾ പഠിച്ചിരുന്നു അല്ലേ. എന്താ നമ്മുടെ എൻ്റേഡ് കിട്ടുന്ന ഡാറ്റയെ നമ്മൾ
എന്ത് ചെയ്യുന്നു, കമ്പ്യൂട്ടറിലേക്ക് ഫീഡ് ചെയ്യുന്നു അല്ലെ. അതിനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഇൻപുട്ട് യൂണിറ്റ് യൂസ് ചെയ്യുന്നത്. ഇപ്പോ കമ്പ്യൂട്ടറിൽ നമ്മൾ എങ്ങനെയാ ഡാറ്റ ഫീഡ് ചെയ്യണത് ഇൻപുട്ട് യൂണിറ്റ് ഒന്ന് നമുക്കറിയാം അല്ലെ. കീബോർഡിൽ ഇങ്ങനെ നമ്മൾ അടിച്ചിട്ടാണ്, അല്ലെങ്കിൽ ഇപ്പൊ മൊബൈലിൽ തന്നെ കീപാഡിൽ അടിച്ചിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇൻപുട്ട് യൂണിറ്റ് ആണ് കീബോർഡ് അല്ലെ. അപ്പോ എന്താണ് ഇൻപുട്ട് യൂണിറ്റ്? ഇവിടെ കൊടുക്കുന്ന ഡാറ്റ എൻറ്റർ ചെയ്യുകയാണ്. അപ്പോ ദ കളക്ടഡ് ഡാറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻ ഫോർ ദർ പ്രോസസിംഗ് ആർ എൻറ്റേർഡ് ഇൻ ടു ദ കമ്പ്യൂട്ടർ ത്രൂ ഇൻപുട്ട് യൂണിറ്റ്. എന്തൊക്കെയാണ്? കളക്ടഡ് ഡാറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻ. നമ്മള് ഡാറ്റ കളക്ട് ചെയ്യും അല്ലെ. ഞാൻ പറഞ്ഞു നേരത്തെ, നിങ്ങളെ മാർക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഓപ്ഷൻസ് ഒക്കെ നിങ്ങൾ അഡ്മിഷന് പോകുമ്പോൾ ഇന്റർനെറ്റ് കഫേയിലോ അല്ലെങ്കിൽ അക്ഷയ യൂണിറ്റിലൊക്കെ നമ്മളെ SLC ബേസ്ഡും അതേമാതിരിയുള്ള നമ്മളെ ഓപ്ഷൻസ് ഒക്കെ കൊടുക്കുന്നത്. അതൊക്കെ എന്താണ്? ഡാറ്റയും ഇൻസ്ട്രക്ഷനും. അത് എന്ത് ചെയ്യുന്നു? കമ്പ്യൂട്ടറിലേക്ക് എൻറ്റർ ചെയ്യുക. എൻറ്റേർഡ് ഇൻ ടു ദ കമ്പ്യൂട്ടർ ത്രൂ ഏതിലൂടെയാണ്? ഇൻപുട്ട് യൂണിറ്റിലൂടെയാണ് നമ്മൾ എൻറ്റർ ചെയ്യുക. അപ്പൊ എന്താണ്? കളക്ടഡ് ഡാറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻ. ഡാറ്റയും ഇൻസ്ട്രക്ഷനും എന്തിന്? ഫോർ ദെയർ പ്രോസസ്സിങ്ങിന് ആവശ്യമായ ഡാറ്റയും ഇൻസ്ട്രക്ഷനും കമ്പ്യൂട്ടർ മുഖേന എൻറ്റർ ചെയ്യുന്നതാണ് എന്ത്? ഇൻപുട്ട് യൂണിറ്റ്. അതാണ് നമ്മൾ പറഞ്ഞത്. ഇപ്പൊ കീബോർഡ് കൂടെ നമ്മൾ കൊടുക്കുക അല്ലെ, അതൊരു ഇൻപുട്ട് യൂണിറ്റ് ആണ് അല്ലെ. അപ്പോൾ ഇത്രയുമാണ് അതിൽ പഠിക്കുക. അപ്പൊ ഇൻപുട്ട് യൂണിറ്റ് എത്ര, അത് എത്രയും ലഘുവായിട്ട് നമ്മൾ പഠിച്ചാൽ മതി. ആ ഇൻപുട്ട് എന്തൊക്കെ, ഡാറ്റ എന്തൊക്കെ ഉണ്ടാവും? ഡാറ്റ ടെക്സ്റ്റ് രൂപത്തിൽ ഉണ്ടാവും അല്ലെ, എഴുതിയ രൂപത്തിലുണ്ടാവും, ഫോട്ടോന്റെ രൂപത്തിലുണ്ടാവും, ഓഡിയോന്റെ രൂപത്തിലുണ്ടാവും, വീഡിയോന്റെ രൂപത്തിലൊക്കെ ഡാറ്റ ഉണ്ടാവും അല്ലെ. അതിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി കമ്പ്യൂട്ടറിലേക്ക് ഇൻപുട്ട് എൻറ്റർ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആ എൻറ്റർ ചെയ്യുന്നതാണ് എന്ത്? ഇൻപുട്ട് യൂണിറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ കളക്ടഡ് ഡാറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻ ഫോർ ദർ പ്രോസസിംഗ് ആർ എൻറ്റേർഡ് ഇൻ ടു ദ കമ്പ്യൂട്ടർ ത്രൂ ദ ഇൻപുട്ട് യൂണിറ്റ്. മനസ്സിലായോ? അപ്പൊ ഇൻപുട്ട് യൂണിറ്റ് ഇത്രയുമാണുള്ളത്. ഇനി നമ്മളിവിടെ കാണാൻ പോകുന്നത് ഇതാണ് ഫങ്ഷണൽ യൂണിറ്റ്സിലെ കമ്പ്യൂട്ടറിന്റെ ഒരു ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് എ കമ്പ്യൂട്ടർ എന്ന് പറയുന്നതിന്റെ ബേസിക് സ്ട്രക്ചർ ആണ് ഈ കാണുന്നത്. മനസ്സിലായി? ഇതില് ഡാറ്റയും ഇപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ഡാറ്റയും ഇൻസ്ട്രക്ഷനും നമ്മൾ എടുക്കുന്നു. അതാർക്ക് കൊടുക്കുന്നു? ഇൻപുട്ട് യൂണിറ്റിന് കൊടുക്കുന്നു. ഇത്രയും നമ്മൾ പഠിച്ചു കഴിഞ്ഞു കേട്ടോ. ഇൻപുട്ട് യൂണിറ്റിന് നമ്മൾ കൊടുക്കുന്നു. ഇത് പറഞ്ഞു കണ്ടില്ലേ? ഇതിൽ ഇൻപുട്ട് യൂണിറ്റ് എന്തൊക്കെയാണ്? ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. കീബോർഡ് നിങ്ങൾക്ക് അറിയാലേ. മൗസ്, സ്കാനർ, മൈക്ക്, ഡിജിറ്റൽ ക്യാമറ, ഇതെല്ലാം എന്താണ്? ഇൻപുട്ട് യൂണിറ്റിന് ഉദാഹരണമാണ്. മനസ്സിലായോ? ഇതൊക്കെ എക്സാമ്പിൾ ആണ്. കീബോർഡിലൂടെ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. മൗസിലൂടെ ടിക്ക് ചെയ്യാനോ എന്തെങ്കിലും മാർക്ക് ചെയ്യാനോ ഉണ്ടെങ്കിൽ, സ്കാനറിലൂടെ ഫോട്ടോ സ്കാൻ ചെയ്യുന്നു. വോയിസ് മെസ്സേജ് കൊടുക്കണമെങ്കിൽ മൈക്കിലൂടെ നമ്മൾ കൊടുക്കുന്നു. ഫോട്ടോ എന്തെങ്കിലും എടുക്കുക, ഡിജിറ്റൽ ക്യാമറ അല്ലെ. ഇതൊക്കെ എന്താണ്? ഇൻപുട്ട് യൂണിറ്റ് ആണ്. അപ്പൊ ഫോട്ടോ എടുക്കുന്നതാണ്. ആ ഫോട്ടോ എടുക്കുന്ന ഡാറ്റ ഇൻസ്ട്രക്ഷൻ, അത് ത്രൂ ഇൻപുട്ട് യൂണിറ്റിലൂടെ എങ്ങോട്ട് കൊടുക്കുന്നു? ഈ പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ കൊടുക്കുന്നു. അടുത്തതാണ് നമ്മളെ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, എപ്പോഴും ചോദിക്കാറുണ്ട്. അതിനെയാണ് നമ്മൾ ഷോർട്ട് ഫോമിൽ CPU എന്ന് പറയുന്നത്. ഇത് നമ്മൾ പിന്നെ പഠിക്കാം. ഇനി എന്താണ് CPU? ഞാൻ കാണിച്ചു തന്നു. ഇതിനെ മൊത്തത്തിൽ പറയുന്ന പേരാണ് എന്ത്? CPU എന്ന്. സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. പ്രോസസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. A+B അല്ലെങ്കിൽ 4+4 ഒരു ഇൻപുട്ട് കൊടുത്തു, 5 ഒരു ഇൻപുട്ട് കൊടുത്തു, 4+5 ആണ് കൂട്ടുന്നതാണ് അതിന്റെ പ്രോസസ്സിംഗ്. എന്താണോ ചെയ്യുന്നത് അതാണ് പ്രോസസ്സിംഗ് എന്നുള്ളത്. ഇവിടെ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് എന്നുള്ളതാണ് പറയുന്നത്. അടുത്ത യൂണിറ്റ് എന്താണ്? സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. എന്തൊക്കെയാണ് അതിന്റെ CPU ഈസ് ദ ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടർ. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ദ CPU ഈസ് ദ ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടർ എന്നാണ് പറയുന്നത്. ബ്രെയിൻ ആണ്. ഹ്യൂമൻ ബോഡിയിൽ എന്തുകൊണ്ട് ബ്രെയിനിന് ഭയങ്കര സ്ഥാനം അല്ലേ? എല്ലാ തീരുമാനങ്ങൾ എടുക്കുന്നതും അതിൽ നടപ്പിലാക്കുന്നതും
അതിന്റെ കാര്യങ്ങളെല്ലാം നടത്തുന്നത് നമ്മളെ തലച്ചോറാണ് അല്ലെ. തലച്ചോറ് വഴിയാണ് നമ്മുടെ ഇൻഫർമേഷൻസ് എല്ലാം പോകുന്നത് അല്ലെ. ഇത് ബുക്കാണ്, ഇത് ഞാൻ പേന എഴുതുന്നതാണ്, ഇതൊക്കെ മനസ്സിലാവുന്നത് എങ്ങനെയാണ്? നമ്മുടെ തലച്ചോറിലൂടെ ഇതിന്റെ കാര്യങ്ങൾ പോകുന്നുണ്ട് അല്ലെ. അതേമാതിരി തന്നെ കമ്പ്യൂട്ടറിലെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് ആരാണ്? CPU ആണ്, സെൻട്രൽ അപ്പോ ഡെഫിനിഷൻ പറയുമ്പോ തന്നെ ആദ്യം പറയാൻ ഒന്നും കിട്ടിയില്ലെങ്കിലും എന്ത് പറയണം? ദ CPU ഈസ് ദ ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടർ. മനസ്സിലായോ? അപ്പൊ ഇത്രയും. ഇനി എന്താണ്, എന്തുകൊണ്ടാണ് ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടർ അറിയാം അല്ലെ. എല്ലാ തീരുമാനങ്ങൾ എടുക്കുന്നതും എല്ലാ കാര്യങ്ങൾ ചെയ്യുന്നതിനും കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? തീരുമാനിക്കുന്നത് എല്ലാം ആരാണ്? ബ്രെയിൻ ആണ് അല്ലെ. അപ്പൊ അതിന്റെ അടുത്ത ഡെഫിനിഷൻ നമുക്ക് പറയാം. ഇറ്റ് ഈസ് ഓൾസോ റെസ്പോൺസിബിൾ ഫോർ ആക്ടിവേറ്റിംഗ് ആൻഡ് കൺട്രോളിംഗ് ദ ഓപ്പറേഷൻസ് ഓഫ് ദ യൂണിറ്റ്സ് ഓഫ് കമ്പ്യൂട്ടർ അല്ലെ. അതായത് എല്ലാ കാര്യങ്ങളും, അതായത് എല്ലാതിന്റെയും ഉത്തരവാദിത്വം എന്തൊക്കെ? അത് എന്തെങ്കിലും ഓപ്പറേഷൻസ് ഉണ്ടെങ്കിൽ അത് നടത്താനും കൺട്രോൾ ചെയ്യാനും ആരാണ് ചെയ്യുന്നത്? CPU ആണ് ചെയ്യുന്നത്. എന്തൊക്കെ തീരുമാനങ്ങളാണ്? എല്ലാ ഓൾ മേജർ കമ്പ്യൂട്ടേഷൻസ് ആൻഡ് കമ്പാരിസൺസ്, എല്ലാ തീരുമാനങ്ങളും ഏതിൽ കൂടെയാണ് പോകുന്നത്? CPU ആണ് തീരുമാനിക്കുന്നത് എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെ കൺട്രോൾ ചെയ്യണം, എങ്ങനെ ഓപ്പറേഷൻസ് അല്ലെ. അതുകൊണ്ടാണ് അതിന്റെ ഉത്തരവാദിത്തം എന്താണ്? ഫോർ ആക്ടിവേറ്റിംഗ് ആൻഡ് കൺട്രോളിംഗ്. ആക്ടിവേറ്റ് ചെയ്യുക, അതെന്താ തീരുമാനിക്കുക, അതിനെ കൺട്രോൾ ചെയ്യുക. ആ ഓപ്പറേഷൻസ് അതർ യൂണിറ്റ്സിനൊക്കെ കൊടുക്കുന്നതും കൺട്രോൾ ചെയ്യുന്നതും എല്ലാ ഡിസിഷൻസ് എടുക്കുന്നതും ആരാണ്? ഓൾ മേജർ ഡിസിഷൻസ്, എല്ലാ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നതും ആരാണ്? സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ് ആണ്. അപ്പൊ എന്തൊക്കെയാണ് അതിന്റെ കാര്യങ്ങൾ? CPU ബ്രെയിൻ ആണ് കമ്പ്യൂട്ടറിന്റെ. അതിന്റെ ഉത്തരവാദിത്വമാണ് എന്തൊക്കെ? ആക്ടിവേറ്റിംഗ് ആൻഡ് കൺട്രോളിംഗ് ദ ഓപ്പറേഷൻസ് ഓഫ് അതർ യൂണിറ്റ്സ് ഓഫ് ദ അതർ യൂണിറ്റ്സിനെ ഉപയോഗിക്കുന്ന കൺട്രോൾ, അതിന്റെ ഓപ്പറേഷൻസ് നടപ്പിലാക്കാനും കൺട്രോൾ ചെയ്യാനും ഒക്കെ ആർക്ക് ഉത്തരവാദിത്വമുണ്ട്? CPU-ന് ഉത്തരവാദിത്വമുണ്ട്. പിന്നെ എല്ലാ ഓൾ മേജർ ഡിസിഷൻസ് ആർ ടേക്കൺ അല്ലെ. എല്ലാ ഡിസിഷനും എടുക്കുന്നത് എന്താണ്? കമ്പ്യൂട്ടറിൽ ഏതാണ് എടുക്കുന്നത്? CPU ആണ് എടുക്കുന്നത് അല്ലെ. നമ്മളെല്ലാ ഡിസിഷനും ഏതാ എടുക്കുന്നത്? നമ്മളെ തലച്ചോറാണ്. അതേമാതിരി തന്നെയാണ് കമ്പ്യൂട്ടറിന്റെ തലച്ചോറാണ് എന്ത്? CPU എന്ന് പറയും. ഇനി ഒന്നും കിട്ടിയില്ലെങ്കിൽ അതേതാ? കമ്പ്യൂട്ടറിന്റെ തലച്ചോറാണ് CPU. CPU-ന്റെ ഫുൾ ഫോം അറിഞ്ഞു വെക്കുക, സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ്. ഇനി CPU-ൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടപ്പിലാക്കുന്നത്? ദ ഫങ്ഷൻസ്, CPU-ന്റെ കാര്യങ്ങൾ എങ്ങനെയാണ്? ഫങ്ഷൻസ് ആർ പെർഫോംഡ് ബൈ 3 കോമ്പോണൻസ്. എന്തൊക്കെ? 3 പിന്നെ കാര്യങ്ങളാണ് അതിൽ അടങ്ങിയിരിക്കുന്നത്. എന്തൊക്കെ അടങ്ങിയിരിക്കുന്നത്? 3 ആ സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റിൽ അടങ്ങിയിരിക്കുന്ന ഓരോ കാര്യങ്ങൾ, ഓരോ ജോലി ചെയ്യാൻ ആവശ്യമായ ഓരോ കാര്യം. ഒന്ന് അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ്, കൺട്രോൾ യൂണിറ്റ്, രജിസ്റ്റേഴ്സ്. അതാ മുകളിൽ ചിത്രമുണ്ട്. എന്തൊക്കെയാണ്? അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ്, കൺട്രോൾ യൂണിറ്റ്, രജിസ്റ്റേഴ്സ്. ഇത്രയും കാര്യങ്ങൾ അടങ്ങിയതാണ് എന്ത്? ഒരു CPU. അതിലുള്ള പാർട്ടുകളാണ് ഏതൊക്കെ? അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ്, കൺട്രോൾ യൂണിറ്റ്, രജിസ്റ്റേഴ്സ്. ഇത്രയും കാര്യങ്ങളാണ് അതിൽ അടങ്ങിയിരിക്കുന്നത്. ഇനി എന്തൊക്കെയാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇനി എന്തൊക്കെയാണ് ഈ അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ് എന്താണ്, കൺട്രോൾ യൂണിറ്റ് എന്താണ്, രജിസ്റ്റേഴ്സ് എന്താണെന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇനി ആദ്യം അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ് എന്താണ്? ALU, അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ് എന്താണ്? ദ ആക്ച്വൽ ഓപ്പറേഷൻസ് സ്പെസിഫൈഡ് ഇൻ ദ ഇൻസ്ട്രക്ഷൻസ് ആർ ക്യാരിഡ് ഔട്ട് ഇൻ ദ അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ്. ഇത് അതിന്റെ ഒരു ഡെഫിനിഷൻ ആണ്. അത് ഡെഫിനിഷൻ ഇത് പഠിച്ചാൽ മതി. ഇറ്റ് പെർഫോംസ് കാൽക്കുലേഷൻസ് ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻസ് സച്ച് ആസ് കമ്പാരിസൺ ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. ഒന്നുമില്ല, നിങ്ങൾ ഒന്നും കൂടി ചെറുതാക്കി പഠിക്കാം. അരിത്തമെറ്റിക് കാൽക്കുലേഷൻസ്
അരിത്തമെറ്റിക് കാൽക്കുലേഷൻസ് എന്തൊക്കെയാണ്? പ്ലസ്, മൈനസ്, ഇൻറ്റു, അല്ലെ, ഡിവിഷൻ, ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ, അങ്ങനെ കുറേ ഉണ്ട് അല്ലെ. പ്ലസ്, മൈനസ്, ഡിവിഷൻസ് ഒക്കെ ഏതിനാ വരുന്ന? അരിത്തമെറ്റിക്. ലോജിക് യൂണിറ്റിൽ ഏതൊക്കെ വരുന്നുണ്ട്? പിന്നെ നോട്ട്, അതായത് ഞാൻ പറഞ്ഞുതരാം, യെസ് ഓർ നോ, യെസ് ഓർ നോ കണ്ടീഷൻ, ട്രൂ ഓർ ഫോൾസ് കണ്ടീഷൻ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലോജിക്കൽ ഓപ്പറേഷൻ. അരിത്തമെറ്റിക് നിങ്ങൾക്ക് അറിയാം, പ്ലസ്, മൈനസ്, ഇൻറ്റു, ഡിവൈഡ്, അല്ലെ, മൾട്ടിപ്ലിക്കേഷൻസ്, ഡിവിഷൻ, അല്ലെ, അഡീഷൻ, സബ്ട്രാക്ഷൻ, കൂട്ടല്, കുറയ്ക്കല്, ഹരിക്കല്, ഗുണിക്കല്, അല്ലെ, ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, ഈക്വൽ ടു, ഇതൊക്കെ അരിത്തമെറ്റിക് കാൽക്കുലേഷൻസിൽ വരും അല്ലെ. കുറച്ച് റിലേഷൻസും അല്ലെ. അതേമാതിരി തന്നെ ലോജിക് ഓപ്പറേഷൻസ് എന്തൊക്കെയാണ്? ട്രൂ ഓർ ഫോൾസ്, ശരിയാണോ തെറ്റാണോ, അതാണ് ഈ ലോജിക്കൽ ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ എന്തൊക്കെയാണ്? കാൽക്കുലേഷൻസ് ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻ ആ വാക്കിൽ തന്നെ ഉണ്ട്. എ ഫോർ അരിത്തമെറ്റിക്, എൽ ഫോർ ലോജിക് അല്ലെ. അപ്പോൾ നിങ്ങൾ ഇറ്റ് പെർഫോംസ് അരിത്തമെറ്റിക് കാൽക്കുലേഷൻസ് ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻസ്. ഇത്രയും പറഞ്ഞാൽ മതി. കാൽക്കുലേഷൻസ് നിങ്ങൾക്ക് അറിയാം അല്ലെ, കൂട്ടല്, ഗുണിക്കല്, കുറയ്ക്കല്, ഇതെല്ലാം കാൽക്കുലേഷൻസ്. ലോജിക്കൽ ഓപ്പറേഷൻസ് എന്താ നിങ്ങൾ ചോദിക്കും. ലോജിക്കൽ ഓപ്പറേഷൻസ് ഇത്രയേ ഉള്ളൂ, ട്രൂ ഓർ ഫോൾസ് കണ്ടീഷൻ. അതിൽ ഒരു കാര്യം കൂടി ഉൾപ്പെടുത്താം, റിലേഷൻസ്. റിലേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വൽ ടു, ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഏതിലാണ്? അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ്. നമ്മൾ എപ്പോഴും കമ്പ്യൂട്ടറിൽ പറയുന്ന ഒരു വേർഡാണ് ലോജിക്. ലോജിക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു ക്രിയേറ്റീവ് ഉണ്ടോ, അല്ലെങ്കിൽ ഒരു ഐഡിയ എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. മനസ്സിലായി? അപ്പൊ നിങ്ങൾ പറയുമ്പോൾ ഇത്രയും പറഞ്ഞാൽ മതി, അരിത്തമെറ്റിക് കാൽക്കുലേഷൻസ് ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻസ്. അപ്പൊ ആ പിന്നെന്താണ്, ഇതിൽ തന്നെ ആ ഫുൾ പേരിൽ തന്നെ അതിന്റെ ഡെഫിനിഷൻ ആയി അല്ലെ. അപ്പൊ ഓപ്പറേഷൻസ് എന്തൊക്കെയാ ഞാൻ പറഞ്ഞു തന്നു അല്ലെ. ലോജിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ട്രൂ ഓർ ഫോൾസ് കണ്ട്, തെറ്റോ ശരിയോ. മനസ്സിലായോ? അത്രയുമാണ് ലോജിക്കൽ ഓപ്പറേഷൻസ്. ഇനി കാൽക്കുലേഷൻസ് നിങ്ങൾക്ക് പറയാൻ, കൂട്ടൽ, ഗുണിക്കലൊക്കെ ഞാൻ പറഞ്ഞു. ഇതാണ് എന്ത് ചെയ്യുന്നത് അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ് ചെയ്യുന്നത്. മനസ്സിലായോ? ഇനി അതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊന്നും പറഞ്ഞധികം കൺഫ്യൂഷൻ ആക്കുന്നില്ല. അടുത്തതിലേക്ക് ഞാൻ പോകുന്നു. കൺട്രോൾ യൂണിറ്റ്. എന്താണ് കൺട്രോൾ യൂണിറ്റ്? കൺട്രോൾ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ ഉണ്ട് അല്ലെ. എന്താ ചെയ്യുന്നത്? എല്ലാത്തിനെയും ഒന്ന് കൺട്രോൾ ചെയ്യുക. അതിന് ഡെഫിനിഷൻ ഇതാണ്: ഇറ്റ് ഈസ് ദ സെൻട്രൽ നെർവസ് സിസ്റ്റം ദാറ്റ് മാനേജസ് ആൻഡ് കോർഡിനേറ്റ്സ് ഓൾ അതർ യൂണിറ്റ്സ് ഓഫ് ദ കമ്പ്യൂട്ടർ. ഇറ്റ് ഈസ് ദ സെൻട്രൽ നെർവസ് സിസ്റ്റം. എന്താ നെർവ്? ഞരമ്പുകൾ. നമ്മുടെ ശരീരത്തിൽ എന്തിനാ ഞരമ്പുകൾ? എന്തിനാണ്? ഈ രക്തമൊക്കെ കറക്റ്റ് സ്ഥലത്തേക്ക് എത്തിക്കുക അല്ലെ. ഈ രക്തോട്ടത്തിലൂടെയാണ് നമ്മുടെ ഇൻഫർമേഷൻസിനും കാര്യങ്ങളിലും ഒക്കെ പോകുന്നത് അല്ലെ. ഒരു ഞരമ്പിന് നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മുടെ ജീവിതം തന്നെ മാറിപ്പോവും അല്ലെ. ഞരമ്പിന് എന്തെങ്കിലും വേറെന്തെങ്കിലും പ്രശ്നം നമ്മൾ ഓപ്പറേഷൻസിലൂടെയൊക്കെ തീർക്കും അല്ലെ. അപ്പോൾ നമ്മളെ ഞരമ്പാണ് നമ്മളതെല്ലാം എങ്ങോട്ട് എത്തണം എന്നുള്ളതൊക്കെ തീരുമാനിക്കുന്നത്. അതാണ് ഇവിടെയും. ഇറ്റ് ഈസ് എ സെൻട്രൽ നെർവസ് സിസ്റ്റം ദാറ്റ് മാനേജസ്, അത് മാനേജ് ചെയ്യുന്നു, ആൻഡ് കോർഡിനേറ്റ്സ് ഓൾ അതർ, മറ്റെല്ലാ യൂണിറ്റുകളെയും എന്ത് ചെയ്യുന്നു? ഒരു പിന്നെന്താണ്, സെൻട്രൽ നെർവസ് സിസ്റ്റം എല്ലാത്തിനെയും തലച്ചോറിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള കോർഡിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒത്തൊരുമിച്ച് കൊണ്ടുപോകാൻ, മറ്റ് യൂണിറ്റുകളെയൊക്കെ ഒത്തൊരുമിച്ച് കൊണ്ടുപോയി മാനേജ് ചെയ്യാൻ പറ്റിയതാണ് എന്ത്? കൺട്രോൾ യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്? ഇറ്റ് ഈസ് ദ സെൻട്രൽ നെർവസ് സിസ്റ്റം ദാറ്റ് മാനേജസ് ആൻഡ് കോർഡിനേറ്റ്സ് ഓൾ അതർ യൂണിറ്റ്സ് ഓഫ് ദ കമ്പ്യൂട്ടർ. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കൺട്രോൾ യൂണിറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇത്രയുമാണ്. അപ്പോൾ നമുക്ക് വേണ്ട സിഗ്നൽസിലൊക്കെ, സിഗ്നൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണ്ട തീരുമാനങ്ങളും കാര്യങ്ങളും എവിടേക്കെങ്കിലും എത്തിക്കണമെങ്കിലും കാര്യങ്ങളൊക്കെ അതിനെയൊക്കെ കൺട്രോൾ ആൻഡ് കോർഡിനേറ്റ്, ആ വാക്കിൽ തന്നെ ഉണ്ട്. കൺട്രോൾ യൂണിറ്റിൽ എന്താ ചെയ്യുന്നത്? കൺട്രോളും അതിനെ കോർഡിനേറ്റും ചെയ്യുക അല്ലെ. അതിനെ എവിടെ എത്തിക്കേണ്ട, എല്ലാവരും ഒത്തൊരുമിച്ച് ഒരു സ്ഥലത്തേക്ക് എത്തിക്കേണ്ട ഒരു ചുമതല ആർക്കാണ്? കൺട്രോൾ യൂണിറ്റിന് ആണ്. മനസ്സിലായി? അതാണ് കൺട്രോൾ യൂണിറ്റ്. ഇനി അടുത്തത് രജിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? രജിസ്റ്റേഴ്സ് ഒരു ടെമ്പററി സ്റ്റോറേജ് പർപ്പസ് സിസ്റ്റം ആണ്. എന്താണ്? These are the temporary storage element that facilitate the functions of the CPU. There are variety of registers. ഏതൊക്കെയാണ്?
ഡാറ്റ, ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ, മെമ്മറി അഡ്രസ്. അതായത് ഇതൊരു ടെമ്പററി സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ താൽക്കാലികമായി സേവ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്തിനാ ഈ താൽക്കാലികമായി സേവ് ചെയ്യുക? ഇതിങ്ങനെ എപ്പോഴും പോയിട്ട് എപ്പോഴും മെമ്മറി സേവ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ അധികം കാര്യങ്ങൾ ഉണ്ടാവും അല്ലേ? മെമ്മറിയിൽ നിന്ന് ചിലപ്പോൾ ഓട്ടോമാറ്റിക്കലി പോവേണ്ടി വരുന്നാലേ അടുത്ത് നടപ്പിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി ടെമ്പററി ആയിട്ട് ഒരു കാര്യം, കമ്പ്യൂട്ടറിൻ്റെ ഒക്കെ സ്പീഡ് കൂട്ടാനും അതിൻ്റെ കാര്യങ്ങളൊക്കെ ശരിക്കും നടപ്പിലാക്കാനും വേണ്ടിയിട്ടൊരു ടെമ്പററി ആയിട്ട് ഒരു കാര്യം, ഒരു മെമ്മറി സ്റ്റോറേജ് യൂണിറ്റ് ആണ്. അപ്പൊ ഇത്രയും പഠിച്ചാൽ മതി. ഒരു ടെമ്പററി സ്റ്റോറേജ് യൂണിറ്റ് ആണ്. അതെന്ത് ചെയ്യാണ്? ഫെസിലിറ്റേറ്റ് ദ CPU-ന്റെ ഫംഗ്ഷനെ ഫെസിലിറ്റേറ്റ് ചെയ്യാൻ, നിയന്ത്രിക്കാൻ, അല്ലെങ്കിൽ അതിന്റെ കാര്യങ്ങൾ എളുപ്പത്തിലാക്കാൻ വേണ്ടിയിട്ടുള്ള ടെമ്പററി സ്റ്റോറേജ് യൂണിറ്റ് ആണ് എന്ത്? രജിസ്റ്റേഴ്സ്. അത് രജിസ്റ്റേഴ്സിന്റെ പിന്നെ പഠിക്കാണ്ട് നിങ്ങൾക്ക് ഏതൊക്കെ രജിസ്റ്റേഴ്സ് ആണുള്ള പേരാണ് ഡാറ്റ, ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ, മെമ്മറി അഡ്രസ് രജിസ്റ്റർ, ഇങ്ങനെ രജിസ്റ്റർ പലതുണ്ട്. ഇത്രയും നിങ്ങൾ ഇപ്പോൾ പഠിച്ചാൽ മതി. ഒരു ടെമ്പററി സ്റ്റോറേജ് യൂണിറ്റ് ആണ്. അതായത് താൽക്കാലിക മെമ്മറി, നമ്മുടെ കമ്പ്യൂട്ടറിന്റെ പ്രവർത്തനങ്ങൾ പെട്ടെന്നാക്കാൻ വേണ്ടിയുള്ള ഒരു താൽക്കാലിക മെമ്മറിയാണ് എന്ത്? രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്ത് നമ്മൾ പഠിക്കുന്നു സ്റ്റോറേജ് യൂണിറ്റ്. അത് നമ്മൾ പഠിച്ചു, മെമ്മറി അല്ലെ? മെമ്മറി സ്റ്റോറേജ്, സ്റ്റോർ ചെയ്യുക, സേവ് ചെയ്യുക. ദ ഡാറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻ entered in the computer through the input unit are stored inside the computer before processing starts. അതായത് ഡാറ്റയും ഇൻസ്ട്രക്ഷനും പ്രോസസ്സ് തുടങ്ങുന്നതിന് മുന്നേ ഇൻപുട്ട് യൂണിറ്റിലൂടെ സ്റ്റോർ ചെയ്ത് അവിടെ വെക്കുകയാണ്. ആക്ച്വൽ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഇപ്പോൾ 4+5 ചെയ്യുമ്പോൾ 4ഉം 5ഉം അവിടെ ചിലപ്പോൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. എന്നതിന് ശേഷമാണ് പ്രോസസ്സ് ചെയ്യുക. ചിലപ്പോൾ പ്രോസസ്സ് ചെയ്തിട്ട് വീണ്ടും സ്റ്റോർ ചെയ്യും. രണ്ട് കാര്യങ്ങളും നടക്കും കേട്ടോ. പ്രോസസ്സ് ചെയ്തിട്ട് സ്റ്റോർ ചെയ്യും, പിന്നെന്താണ് സ്റ്റോർ ചെയ്തിട്ട് പ്രോസസ്സ്, രണ്ട് കാര്യങ്ങളും നടപ്പിലാക്കുന്നുണ്ട്. നമ്മൾ പ്രോസസ്സ് ചെയ്യുന്നതിന് മുന്നേ ഈ ഡാറ്റയൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റോറേജ് യൂണിറ്റ് യൂസ് ചെയ്യുന്നു അല്ലെ? സ്റ്റോറേജ് യൂണിറ്റ് നിങ്ങൾക്കറിയാം, മെമ്മറി എന്നാണ് പറയാ അല്ലെ? മെമ്മറി ഇനി എത്ര വിധത്തിലുണ്ട് നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ ഡാറ്റയും ഇൻസ്ട്രക്ഷനും ഒക്കെ കമ്പ്യൂട്ടറിൽ സ്റ്റോർ ഇൻപുട്ട് യൂണിറ്റിലൂടെ നമ്മൾ കൊടുക്കുന്നു. അത് സ്റ്റോർ ചെയ്യുന്നതാണ് എന്ത്? സ്റ്റോറേജ് യൂണിറ്റ്. അതായത് ഇൻപുട്ട് യൂണിറ്റിൽ കൊടുത്തു കഴിഞ്ഞത് ആ ഡാറ്റയും ഇൻസ്ട്രക്ഷനും നമ്മൾ സ്റ്റോർ ചെയ്യുന്നു എന്നുള്ളതാണ്. ഇനി രണ്ട് തരത്തിലുള്ള സ്റ്റോറേജ് യൂണിറ്റ് ഉണ്ട്. ഒന്ന് പ്രൈമറി സ്റ്റോറേജും ഒന്ന് സെക്കൻഡറി സ്റ്റോറേജും. പ്രൈമറി സ്റ്റോറേജ് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് മെയിൻ മെമ്മറി. ഇതിന് എന്ത് പറയുന്നു? ഇത് പ്രധാനപ്പെട്ടതാണ്. രണ്ട് തരം സ്റ്റോറേജ് യൂണിറ്റ് ആണുള്ളത്. ഒന്ന് പ്രൈമറി സ്റ്റോറേജും ഒന്ന് സെക്കൻഡറി സ്റ്റോറേജും. പ്രൈമറി സ്റ്റോറേജിലുള്ളത് എന്തൊക്കെയാണ്? റാം ആൻഡ് റോം. റാം നിങ്ങൾ മെമ്മറി ഒക്കെ മൊബൈലിലൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലെ? ഇത്ര റാം വേണം നിങ്ങൾക്കൊക്കെ പറയുണ്ടാവും, ഇത്ര റാം വേണം എന്നാലേ സ്പീഡ് ഉണ്ടാവുള്ളൂ അല്ലെ? റോമിന്റെ പിന്നെ നിങ്ങൾക്ക് അറിയുണ്ടാവില്ല. അപ്പം എങ്ങനെ രണ്ട് പ്രൈമറി സ്റ്റോറേജ് ആണുള്ളത്, റാം ആൻഡ് റോം. ഒന്നിന്റെ പേര് റാൻഡം ആക്സസ് മെമ്മറി, രണ്ടാമത്തെ പേര് റീഡ് ഓൺലി മെമ്മറി. മനസ്സിലായോ? അപ്പോ എന്താണ് റാമും റോമും? റാം എന്ന് പറയുന്നത് ഇൻസ്ട്രക്ഷൻ, ഡാറ്റ ആൻഡ് ഇന്റർമീഡിയറ്റ് റിസൾട്ട്സ് ഫോർ ഓഫ് പ്രോസസിംഗ്. ഇറ്റ് ഓൾസോ ഹോൾഡ്സ് ദ റീസെന്റ് പ്രൊഡ്യൂസ്ഡ് റിസൾട്ട് ഓഫ് ദ ജോബ് ഡൺ ബൈ ദ കമ്പ്യൂട്ടർ. നിങ്ങൾ ഇതൊന്നും മൈൻഡ് ചെയ്യേണ്ട. റാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് ടെമ്പററി ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കും. മനസ്സിലായോ? അതിന് പറയുന്ന പേരാണ് എന്ത്? റാം എന്നുള്ള. അപ്പൊ റാമിന്റെ സ്പീഡ് കൂട്ടിക്കഴിഞ്ഞാൽ നമ്മള് മൊബൈലിന്റെ ഒക്കെ സ്പീഡ് കൂടും നെറ്റിൽ എടുക്കുമ്പോ എന്ന് പറയാൻ കാരണം എന്താ അറിയോ? നെറ്റ് എടുക്കുമ്പോൾ തന്നെ അതിലെ ഡാറ്റയൊക്കെ പ്രോസസ്സ് ചെയ്യുമ്പോൾ തന്നെ ടെമ്പററി ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത് ഏതിലൂടെയാണ്? റാമിലൂടെയാണ്. മനസ്സിലായോ? അത് ഹോൾഡ് ചെയ്ത് വെക്കും അവിടെ റാമില്. എന്നിട്ട് റാമിൽ ഹോൾഡ് ചെയ്ത് വെച്ചാൽ എപ്പോഴും ആ മെമ്മറി ഉണ്ടാവോ? ഇല്ല. ഇത് നമ്മളെ പിന്നെ വീണ്ടും സ്വിച്ച് ഓഫ് ചെയ്ത് സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ വീണ്ടും ആ മെമ്മറി പോയിരിക്കും. അത് വീണ്ടും നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. എന്താണ് റാം, എന്താണ് റോം. ആ നേരത്ത് ഞാൻ ഒന്നുകൂടി വിശദീകരിച്ച് തരാം. അപ്പോൾ പ്രൈമറി സ്റ്റോറേജിൽ ഒന്നാമത്തതാണ് റാം. ഇനി റോം എന്താണ്? റീഡ് ഓൺലി മെമ്മറി എന്നുള്ളതാണ് അതിന്റെ. ഇറ്റ് കണ്ടെയ്ൻസ് ഇൻസ്ട്രക്ഷൻ ഫോർ സ്റ്റാർട്ടപ്പ് പ്രൊസീജിയർ ഓഫ് ദ
കമ്പ്യൂട്ടർ. അതായത് നമ്മൾ കമ്പ്യൂട്ടർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആവശ്യമായ സാധനമാണ് എന്ത്? റോം അല്ലേ? സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കുറേ സമയം നമ്മൾ മൊബൈൽ ഓൺ ആക്കുമ്പോഴും സിസ്റ്റം ഓൺ ആക്കുമ്പോഴൊക്കെ കുറേ സമയം എടുക്കും അല്ലേ? എന്താ അത് എടുക്കുന്നത്? കുറേ സമയം എടുക്കുന്നത് എന്താണ് എടുക്കുന്നത്? കാരണം അതിലെല്ലാ കാര്യങ്ങളിലൂടെ ഇതൊന്ന് കടന്നു പോകും. ഒരു ബൂട്ടപ്പ് പ്രൊസീജിയർ എന്നാണ് പറയാ. ആ ബൂട്ടിങ് ചെയ്യാൻ ഒരു കമ്പ്യൂട്ടർ സ്റ്റാർട്ട് ആവണേന് അല്ലെങ്കിൽ മൊബൈൽ സ്റ്റാർട്ട് ആവണേനും ബൂട്ടിംഗ് എന്നാ പറയാ. മനസ്സിലായോ? ആ ബൂട്ട് ചെയ്യാൻ എന്താവശ്യമാണ്? അത് നടപ്പിലാക്കാൻ എന്താവശ്യമാണ്? റോം ആവശ്യമാണ്. റോം, റീഡ് ഓൺലി മെമ്മറി. അതാണ് സ്റ്റാർട്ടപ്പ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ സ്റ്റാർട്ടപ്പ് പ്രൊസീജിയർ അത്രയും മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ അതിനൊക്കെ ലിമിറ്റഡ് സ്റ്റോറേജ് കപ്പാസിറ്റി ഉണ്ടാവുള്ളൂ. അപ്പൊ പ്രൈമറി സ്റ്റോറേജിൽ ഏതൊക്കെ ഉണ്ട്? റാം ആൻഡ് റോം. ഇത് ഇനി വിശദീകരിച്ച് ഞാൻ തരാം കേട്ടോ. ഇനി അടുത്തത് അത് വിശദീകരിച്ച് അടുത്ത ചാപ്റ്ററിൽ വരുന്നുണ്ട്. അടുത്ത സെക്കൻഡറി സ്റ്റോറേജ്. ഏതൊക്കെയാ സെക്കൻഡറി സ്റ്റോറേജ് ഉള്ളത്? സെക്കൻഡറി സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ അതിന് വേറൊരു പേരാണ്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഓക്സിലറി സ്റ്റോറേജ്. ഇതിന്റെ പ്രത്യേകത എന്താ അറിയോ? ഇത് ഹ്യൂജ് സ്റ്റോറേജ് കപ്പാസിറ്റി. എന്തിന്റെ പ്രത്യേകത എന്താണ്? ഇറ്റ് ഹാസ് എ ഹ്യൂജ് സ്റ്റോറേജ് കപ്പാസിറ്റി ആൻഡ് ദ സ്റ്റോറേജ് ഈസ് പെർമനന്റ്. മറ്റത് പ്രൈമറി സ്റ്റോറേജ് എപ്പോഴും ടെമ്പററി ആണ്. സെക്കൻഡറി സ്റ്റോറേജ് എപ്പോഴും എന്താണ്? പെർമനന്റ് ആണ്, സ്ഥിരമാണ്. ഹ്യൂജ് സ്റ്റോറേജ് കപ്പാസിറ്റി ഉണ്ടാവും അല്ലെ? നിങ്ങളുടെ ഹാർഡ് ഡിസ്ക് അല്ലെ ഇത്ര TB ആണ്, 1 TB ആണ്, അല്ലെങ്കിൽ 500 GB ആണ് അല്ലെ? നിങ്ങളുടെ മൊബൈൽ 64 GB ആണ് ഇതിന്റെ സ്റ്റോറേജ് കപ്പാസിറ്റി അല്ലെ? അപ്പൊ കുറെ അധികം ഡാറ്റ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. അതിന് ഉദാഹരണമാണ് ഏതൊക്കെ? ഹാർഡ് ഡിസ്ക്, CD, DVD, നമ്മളെ പെൻ ഡ്രൈവ് അല്ലെ? ഇതൊക്കെ ഇതിന് ഉദാഹരണമാണ്. സെക്കൻഡറി സ്റ്റോറേജിന് ഉദാഹരണമാണ്. അത് നിങ്ങൾ പഠിക്കുന്നുണ്ട് വിശദമായിട്ട്. അപ്പൊ സ്റ്റോറേജ് യൂണിറ്റ് ഉള്ള രണ്ട് സാധനമാണ് പ്രൈമറി സ്റ്റോറേജ് ആൻഡ് സെക്കൻഡറി സ്റ്റോറേജ്. അത് പേര് മാത്രം പഠിക്കുക. പ്രൈമറി സ്റ്റോറേജിൽ റാം ആൻഡ് റോം, സെക്കൻഡറി സ്റ്റോറേജിന് പറയുന്ന പേരാണ് ഓക്സിലറി സ്റ്റോറേജ്. അതേമാതിരി തന്നെ അത് ഹ്യൂജ് സ്റ്റോറേജ് കപ്പാസിറ്റി ഉണ്ടായിരിക്കും. അതിന് ഉദാഹരണമാണ് ഹാർഡ് ഡിസ്ക്, CD, DVD എന്നിവ. മനസ്സിലായോ? ഇനി ലാസ്റ്റ് പഠിക്കാൻ പോകുന്നത് എന്താണ്? ഔട്ട്പുട്ട് യൂണിറ്റ് അല്ലേ? The information obtained after data processing is supplied to the outside of the world through the output unit in a human readable form. അതായത് മനുഷ്യന് മനസ്സിലാകുന്ന വിധത്തിൽ ഇതിനെല്ലാം പ്രോസസ് ചെയ്ത് നമുക്ക് റിസൾട്ട് കാണിച്ചു തരുന്ന യൂണിറ്റ് ആണ് എന്ത്? ഔട്ട്പുട്ട് യൂണിറ്റ് അല്ലെ? നമുക്ക് ഇതിന്റെ ഒക്കെ കാര്യങ്ങൾ കഴിഞ്ഞ് ടു ഗെറ്റ് എ റിസൾട്ട് ഏതിലൂടെയാ കിട്ടുക? ത്രൂ ഔട്ട്പുട്ട് യൂണിറ്റ്. ഔട്ട്പുട്ട് യൂണിറ്റിലൂടെയാണ് നമുക്കുള്ള റിസൾട്ട് കിട്ടുക. അത് ഹ്യൂമൻ റീഡബിൾ ഫോമിൽ, അതായത് മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷയിലാണത് വരിക. മനസ്സിലായോ? അതായത് മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷ എന്ന് പറയാൻ കാരണം എന്താണ്? നിങ്ങൾ പഠിക്കുന്നുണ്ട് അടുത്ത് കമ്പ്യൂട്ടറിനൊരു ഭാഷയുണ്ട്, മനുഷ്യനൊരു ഭാഷയുണ്ട്. മനുഷ്യൻ ഇൻപുട്ട് യൂണിറ്റിലൂടെ അത് കൊടുക്കുന്നു. ഇൻപുട്ട് യൂണിറ്റിൽ നിന്ന് അത് കമ്പ്യൂട്ടർ ഭാഷയിലേക്ക് മാറും. കമ്പ്യൂട്ടർ ഭാഷയിലേക്ക് മാറിയിട്ട് വീണ്ടും നമുക്ക് വായിക്കണം അല്ലെ? അപ്പൊ കമ്പ്യൂട്ടർ ഭാഷയിൽ നിന്ന് വീണ്ടും അതിനെ മനുഷ്യന് വായിക്കാൻ പറ്റുന്ന ഭാഷയിലേക്ക് കൺവേർട്ട് ചെയ്തു വരും. ഹ്യൂമൻ റീഡബിൾ ഫോമിലാവും. അത് ഇനി പഠിക്കാനുണ്ട് കേട്ടോ, അത് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോ എന്താണ് ഔട്ട്പുട്ട് യൂണിറ്റ്? നമുക്ക് കിട്ടുന്ന റിസൾട്ട് മനുഷ്യന് വായിക്കുന്ന രൂപത്തിൽ എടുക്കുന്നതാണ് എന്ത്? ഔട്ട്പുട്ട് യൂണിറ്റ്. അതിന് ഉദാഹരണമാണ് മോണിറ്ററിലൂടെ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട് അല്ലെ? പ്രിന്ററിലൂടെ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട് അല്ലെ? ഇതൊക്കെ ഇതിന് പിന്നെ എക്സാമ്പിൾ ആണ് ഔട്ട്പുട്ട് യൂണിറ്റിന്. മനസ്സിലായി? ഇത്രയുമാണ് നമുക്ക് ഈ ഫങ്ഷണൽ യൂണിറ്റ്സ്. അപ്പൊ നിങ്ങൾ ഇനി ഇതൊക്കെ പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ സ്ട്രക്ചർ എന്തായാലും നിങ്ങൾ വരച്ച് പഠിക്കണം. ഈ സ്ട്രക്ചർ ഒന്നും എഴുതിയില്ലെങ്കിലും ഈ സ്ട്രക്ചർ എഴുതി കഴിഞ്ഞാൽ 4 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത് ചോദിക്കുന്നതെങ്കിൽ അതിൽ ഒരു 1.5-2 മാർക്ക് ഈ സ്ട്രക്ചറിന് മാത്രമായിട്ട് കിട്ടും. മനസ്സിലായി? ഈ സ്ട്രക്ചർ പഠിച്ചാൽ തന്നെ നമുക്കത് കാണും അല്ലെ? നമ്മള് ഇൻപുട്ട് യൂണിറ്റ് പഠിച്ചു, CPU പഠിച്ചു, സ്റ്റോറേജ് പഠിച്ചു,
ഔട്ട്പുട്ട് യൂണിറ്റ് പഠിച്ചു. അത് കഴിഞ്ഞ് നമുക്ക് ഇൻഫർമേഷൻ എത്തുന്നു. ഇത്രയുമാണ് നിങ്ങൾക്ക് ഇതിൽ പഠിക്കാനുള്ളത്. ഇനി അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഔട്ട്പുട്ട് യൂണിറ്റ് കഴിഞ്ഞു. കമ്പ്യൂട്ടർ ആസ് എ ഡാറ്റ പ്രോസസർ. ഡാറ്റ പ്രോസസർ എന്താ എന്നുള്ളതൊക്കെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇനി കമ്പ്യൂട്ടർ എന്താണ്? Computer may be defined as an electronic machine designed to accept data and instruction, performs arithmetic and logic operation on the data according to the set of instruction and output to result or information. Just ഇത് മനസ്സിലാക്കുക. കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോണിക് മെഷീനാണ്. ഡെഫിനിഷൻ പഠിക്കണ്ട. ഇലക്ട്രോണിക് മെഷീനാണ്. ഇതെന്താണ്? ഇതില് ഡാറ്റയും ഇൻസ്ട്രക്ഷനും സ്വീകരിച്ച് അരിത്തമെറ്റിക്കല് CPU-യിലൂടെ, CPU-യിൽ അടങ്ങിയതാണ് അരിത്തമെറ്റിക് ലോജിക്കൽ ഓപ്പറേഷൻസും ഒക്കെ ചെയ്ത് അതിന് ഒരു ഔട്ട്പുട്ട് കിട്ടുന്നു അല്ലെ? അതാണ് എന്ത് ചെയ്യുന്നത്? കമ്പ്യൂട്ടർ ചെയ്യുന്നത്. എന്താ കമ്പ്യൂട്ടർ ചെയ്യുന്നത്? ഡാറ്റയും ഇൻസ്ട്രക്ഷനെയും ഒക്കെ എടുത്ത് അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻസ് എല്ലാം CPU-യിലൂടെ ചെയ്ത് അതിനെ സ്റ്റോർ ചെയ്യും. അവസാനം അതിന് നമുക്കൊരു ഔട്ട്പുട്ട് കിട്ടുന്നു. അതാണ് ഈ കമ്പ്യൂട്ടർ. ഇനി എന്തൊക്കെയാണ് കമ്പ്യൂട്ടറിന്റെ സവിശേഷതകൾ? അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കമ്പ്യൂട്ടറിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? ഒന്നാമത്തെ സവിശേഷത സ്പീഡ് എന്നുള്ളതാണ് അല്ലെ? കമ്പ്യൂട്ടർ ക്യാൻ പെർഫോം മില്യൺസ് ഓഫ് ഓപ്പറേഷൻസ് ഇൻ എ സെക്കൻഡ് ഓർ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്. സ്പീഡ് എന്ന് പറയുന്നത് എന്താണ്? കമ്പ്യൂട്ടർ ഒരു മില്ലി സെക്കൻഡിൽ തന്നെ ധാരാളം കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പൊ വളരെയധികം സ്പീഡ് കൂടുതലാണ്. അപ്പൊ ഒന്നും പഠിച്ചില്ലെങ്കിൽ ഇതിന്റെ പേരെങ്കിലും പഠിക്കുക, സ്പീഡ്. രണ്ടാമത്തത് അക്യുറസി, കൃത്യത. കമ്പ്യൂട്ടർ ക്യാൻ പെർഫോം അരിത്തമെറ്റിക് ഓപ്പറേഷൻ വിത്ത് ഹൈ ഡിഗ്രി ഓഫ് അക്യുറസി അല്ലെ? വളരെ കൃത്യതയോടെയാണ് നമുക്ക് ഇതിന്റെ റിസൾട്ട് കിട്ടുക. വളരെ കൃത്യമായിരിക്കും അതിന്റെ റിസൾട്ട്. അതാണ് അക്യുറസി. വളരെ കൃത്യതയോടെയാണ് അതിന്റെ റിസൾട്ട്. അടുത്തത് ഡെലിഗൻസ്. എന്താണ് ഡെലിഗൻസ്? ഇറ്റ് ക്യാൻ ഓപ്പറേറ്റ് ഫോർ എ ലോങ് അവേഴ്സ് അല്ലേ? എന്താണ് ഇത്? മെഷീനാണ് അല്ലേ? എത്ര നേരം വേണമെങ്കിലും അത് ജോലി ചെയ്തോളും. നമ്മളങ്ങനെ നിർദ്ദേശങ്ങൾ കൊടുക്കുക, അതങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കും. മനുഷ്യൻ ഇത്ര നേരം ജോലി ചെയ്യോ? ഇല്ല. എന്തുകൊണ്ട്? കമ്പ്യൂട്ടർ ഈസ് എ മെഷീൻ. കമ്പ്യൂട്ടർ ഈസ് എ മെഷീൻ. ഇറ്റ് ക്യാൻ ഓപ്പറേറ്റ് ഫോർ എ ലോങ് അവേഴ്സ് യൂട്രിംഗിലി, കണ്ടിന്യൂസ്ലി ആയിട്ട് എത്രയോ മണിക്കൂർ അത് ജോലി ചെയ്യും. കാരണം എന്താണ്? കമ്പ്യൂട്ടർ ഈസ് എ മെഷീൻ. അതാണ് എന്ത്? ഡെലിഗൻസ്. ഇനി അത് പറ്റിയില്ലെങ്കിൽ അതിന്റെ പേര് പഠിക്കുക. അടുത്തത് വേഴ്സറ്റാലിറ്റി. ഒരു പ്രത്യേക വേഴ്സറ്റാലിറ്റി. നിങ്ങൾക്കൊരു പ്രത്യേക സ്വഭാവമുണ്ട്, അതേമാതിരി തന്നെ കമ്പ്യൂട്ടറിനുണ്ട്. കമ്പ്യൂട്ടർ ക്യാൻ ബി യൂസ്ഡ് ടു പെർഫോം മെനി ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് പ്രോസസിംഗ് ടാസ്ക്. കമ്പ്യൂട്ടർ ഒരു സമയം തന്നെ ഒന്നിലധികം ജോലികൾ ചെയ്യും. പല തരത്തിലുള്ള ജോലികൾ ചെയ്യും. മനസ്സിലായോ? പല തരത്തിലുള്ള ഡാറ്റ പ്രോസസ്സിംഗ് ചെയ്യും. അതെന്താ ചെയ്യുക? അത് മെഷീനാണ് അല്ലെ? ഒരു സമയത്ത് തന്നെ പല കാര്യങ്ങൾ പെർഫോം ചെയ്യാൻ ആർക്ക് കഴിവുണ്ട്? കമ്പ്യൂട്ടറിന് കഴിവുണ്ട് അല്ലെ? ഇനി ഇതൊക്കെ അടുത്ത ഹ്യൂജ് മെമ്മറി. അത് നമ്മൾ പഠിച്ചു അല്ലെ? കമ്പ്യൂട്ടറിന് വലിയ ഒരു സ്റ്റോറേജ് കപ്പാസിറ്റി ഉണ്ട് അല്ലെ? വലിയ ഡാറ്റ സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഇതൊക്കെ ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് കൂടിയാണ് കമ്പ്യൂട്ടറിന്റെ അല്ലെ? സ്പീഡ്, അക്യുറസി, ഡെലിഗൻസ്, വേഴ്സറ്റാലിറ്റി, ഹ്യൂജ് മെമ്മറി. മനസ്സിലായി? ഇതൊക്കെ കമ്പ്യൂട്ടറിന്റെ ഒരു അഡ്വാൻറ്റേജസ് ആണ്. ഇതിന്റെയൊക്കെ ഒരു സവിശേഷത അല്ലെ? അതിന്റെ ഒരു ഗുണമാണ് കമ്പ്യൂട്ടറിന്റെ ഇതൊക്കെ. ഇനി കമ്പ്യൂട്ടറിന് ചില പോരായ്മകളുണ്ട് അല്ലെ? എന്ത് കാര്യങ്ങളായാലും അതിൽ ഗുണമുണ്ട്, ദോഷങ്ങളുണ്ട്. ദോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പോരായ്മകളാണ് പറയുന്നത്. ലിമിറ്റേഷൻ. ഇതൊക്കെ ക്യാരക്ടറിസ്റ്റിക്സിൽ പോയിട്ട് സവിശേഷതകളാണ് അല്ലെ? നമ്മുടെ ഗുണങ്ങളും നമ്മുടെ പോരായ്മകളും ഒക്കെ നമ്മുടെ സവിശേഷതകളാണ്. എല്ലാവർക്കും എല്ലാം ഗുണങ്ങളോട് കൂടി ഉണ്ടാവില്ല. അല്ല, ചില പോരായ്മകൾ ആർക്കും ഉണ്ടാവും, മനുഷ്യനായാലും ഉണ്ടാവും. അതേമാതിരി കമ്പ്യൂട്ടറിനും ഉണ്ട്. ലാക്ക് ഓഫ് IQ അല്ലേ? IQ, ഇന്റലിജന്റ് ക്യൂരിയോസിറ്റി അല്ലെ? നിങ്ങൾ പറയും എത്ര IQ ഉണ്ടെങ്കിലേ നമുക്ക് ബുദ്ധി ഉണ്ടാവുള്ളൂ.
കമ്പ്യൂട്ടറിന് ഒരു IQ ഇല്ല എന്ന് പറയും. എന്താ പറയുക, ഇന്റലിജൻസ് ഒന്നും ഇല്ല. കമ്പ്യൂട്ടർ ഡസ് നോട്ട് ഹാവ് നാച്ചുറൽ, ഒരു പ്രായോഗിക ബുദ്ധി. കമ്പ്യൂട്ടർ സ്വയം എന്തെങ്കിലും ചെയ്യോ? ഇല്ല. നമ്മൾ കൊടുക്കുന്ന തീരുമാനങ്ങൾക്കനുസരിച്ചേ കമ്പ്യൂട്ടർ ചെയ്യുള്ളൂ. അല്ലാതെ കമ്പ്യൂട്ടർ വെറുതെ എന്തെങ്കിലും ചെയ്യില്ല. നമ്മൾ 3ഉം 4ഉം കൊടുത്താലേ 3+4 കിട്ടുള്ളൂ, അല്ലെ? അതാണ് ലാക്ക് ഓഫ് IQ. അതായത് കമ്പ്യൂട്ടർ നമ്മളെ മാതിരി തിങ്ക് ചെയ്യില്ല. നമ്മളെ മാതിരി തിങ്ക് ചെയ്യില്ല. കമ്പ്യൂട്ടർ ആരാ കണ്ടുപിടിച്ചത്? ഹ്യൂമൻ ആണ് കണ്ടുപിടിച്ചല്ലേ. അപ്പൊ നമ്മളിങ്ങനെ നിർദ്ദേശങ്ങൾ ഒപ്പേ കൊടുക്കുന്നതിനനുസരിച്ച് ആര് ചെയ്യുള്ളൂ? കമ്പ്യൂട്ടർ ചെയ്യുള്ളൂ. അതായത് കമ്പ്യൂട്ടറിന് ഒരു സ്വയം ബുദ്ധിയില്ല. അതാണ് എന്ത്? ലാക്ക് ഓഫ് IQ എന്ന് പറയുന്നത്. ഇനി ലാക്ക് ഓഫ് ഡിസിഷൻ മേക്കിംഗ് പവർ, അല്ലെ? എന്താണ്? തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ് ആർക്കില്ല? കമ്പ്യൂട്ടറിന് ഇല്ല. കമ്പ്യൂട്ടർ cannot decide on its own and it does not possess initiative capabilities like human beings, അല്ലേ? അതായത് ഒരിക്കലും കമ്പ്യൂട്ടറിന് ഒരു ഡിസിഷനും എടുക്കാനുള്ള കഴിവ്, സ്വയം ഡിസിഷൻ എടുക്കാനുള്ള കഴിവില്ല. മനുഷ്യൻ കൊടുക്കുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യാനേ ആർക്ക് പറ്റുള്ളൂ? കമ്പ്യൂട്ടറിന് പറ്റില്ല. അപ്പൊ നിങ്ങൾ ഇനി ഒന്നും പഠിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇതിന്റെ പേരെങ്കിലും പഠിക്കുക. സ്പീഡ്, അക്യുറസി, ഡെലിജൻസ്, വെർസറ്റാലിറ്റി, ഹ്യൂജ് മെമ്മറി. അതിന്റെ ലിമിറ്റേഷൻസ്, പോരായ്മകളാണ് ലാക്ക് ഓഫ് IQന്റെ ഒരു നഷ്ടം. ഇന്റലിജന്റ് ക്യൂരിയോസിറ്റി, ഡിസിഷൻ മേക്കിംഗ് എടുക്കാനുള്ള, തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവില്ലായ്മ, ഇതൊക്കെ അതിന്റെ പോരായ്മകളാണ്. ഇത്രയുമാണ് കമ്പ്യൂട്ടറിന്റെ ഇതിൽ ഞാൻ പഠിപ്പിക്കുന്നത്. ഇത് മനസ്സിലായിട്ടില്ലെങ്കിൽ വീണ്ടും നിങ്ങൾ സംശയങ്ങൾ ചോദിക്കണം.